നമസ്കാരം. നോക്കൂ, ഞാൻ ഇന്ന് വലിയ സങ്കടത്തിലാ. എന്താ ചെയ്യണ്ടേന്നറിയാതെ കുഴങ്ങ. ഈ ചെറിയൊരു കുട്ടിക്ക് എന്താപ്പത്ര സങ്കടം എന്നാവൂലേ നിങ്ങൾ വിചാരിക്കണേ? അതിന് നിങ്ങൾക്ക് ആർക്കും എന്നെ അറിയില്ലല്ലോ. പറയാട്ടോ, എന്റെ കഥ എല്ലാവർക്കും പറഞ്ഞു തരാട്ടോ. എന്റെ പേര് മുത്തുലക്ഷ്മി എന്നാ. ഞാനും അമ്മയും കുഞ്ഞനിയനും കൂടി വടക്കേത്തല ബസ് സ്റ്റാൻഡിന്റെ അടുത്താ താമസിച്ചിരുന്നേ. അതൊരു വീടൊന്നുമല്ല, പൊട്ടിപ്പൊളിഞ്ഞൊരു പീടികമുറിയാ. ഞങ്ങളവിടെ കിടക്കാൻ മാത്രം പോവും. സിമന്റ് ഇടാത്ത തറയില് ചാക്കി വെച്ചിട്ടാ ഞങ്ങൾ കിടക്കുക. അമ്മ ഞങ്ങളെയും കൊണ്ട് രാവിലെ നടക്കാനിറങ്ങും. അനിയനെ ഒക്കത്ത് തുണിയിൽ കെട്ടിട്ടിട്ട് എന്റെ കൈയും പിടിച്ചിട്ടാണ് കിടക്കുക. കണ്ട കുപ്പിയോളും പാട്ടിയോളും ഒക്കെ പെറുക്കി ചാക്കിലാക്കണം. കണ്ടോരെ മുന്നിലൊക്കെ കൈ നീട്ടണം. ആരേലും എന്തേലും തന്നാലല്ലേ തിന്നാൻ കിട്ടൂ. ചിലപ്പോ വിശന്ന് തളർന്ന് എനിക്കതോർക്കാനേ വയ്യ. അങ്ങനൊരു ദിവസം അമ്മ പനിച്ചു കിടന്നപ്പോ ഞാൻ ഒറ്റയ്ക്കാ പോയി. ഒന്നും കിട്ടിയില്ല. നേരെ ഉച്ചയായി. വിശപ്പും ദാഹവും സഹിക്കാനാവാതെ ചായപ്പീടികയില് ചില്ലിട്ടലമാരില് ബണ്ണും പഴംപൊരിയും സമൂസയും ഒക്കെ. ഞാനത് തൊട്ടോന്ന് എനിക്ക് ഓർമ്മയില്ല. പെട്ടെന്ന് ഒരലർച്ച. പെണ്ണെ മാറടി അവിടുന്ന്. കൈയിട്ട് വരെ ആശ്രയിക്കരും. ഇവറ്റകളെ കണ്ടാ തന്നെ കുളിക്കണം. പിന്നെ കവീശ്വരൊറ്റടി. എനിക്ക് ഓർമ്മ വന്നപ്പോ ഞാൻ മുരുകൻ പാപ്പയുടെ വീട്ടിലായിരുന്നു. മുരുകൻ പാപ്പയ്ക്ക് മാത്രമേ എന്നോട് ഇഷ്ടമുള്ളൂ. മിഠായും പഴംപൊരിയും ഒക്കെ വാങ്ങിത്തരും. എന്റെ അമ്മയ്ക്ക് അച്ഛ എപ്പോഴും ദേഷ്യ. തൊട്ടേനും പിടിച്ചേനും നുള്ള കുത്ത ഒക്കെ ചെയ്യും. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ ആ പീടികമുറി നാട്ടിയിട്ടു. എന്തിനാ എല്ലാവർക്കും ഞങ്ങളോട് ഇത്ര ദേഷ്യം? ഞങ്ങളും മനുഷ്യന്മാരല്ലേ. പിന്നെ ബസ് സ്റ്റാൻഡിലായി താമസം. അപ്പോഴാ എന്റെ അമ്മേനെ പോലീസ് പിടിച്ചോണ്ടേ. മാല കട്ടൂന്നും പറഞ്ഞ് എന്റെ അമ്മേനെ കൊണ്ടോല്ലേ ഞാൻ എല്ലാവരും വിളിച്ചു കരട്ടും. ആരും കേട്ടില്ല. പിന്നെ ആരൊക്കെയോ കൂടി ഒരു വീട്ടിലാക്കി. അവിടെ അമ്മ ഇല്ലാച്ചാലും എനിക്ക് നല്ല സുഖാട്ടോ. ആരില്ലാത്ത ചേച്ചിമാരും അമ്മമാരും അമ്മൂമ്മമാരും. ഞാനാ അവിടുത്തെ ചെറിയ കുട്ടി. പിന്നെ അവർക്ക് എന്തിഷ്ടാന്നറിയോ? ഡ്രസ്സ് ഇടിച്ചു തരും, മുടി കെട്ടിത്തരും. അവിടുത്തെ ആമ്മ പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. നീ ശരിക്കും ഒരു ലക്ഷ്മി ആട്ടോന്ന്. എന്നാലും ഞാൻ നിന്നെ മുത്തേന്ന് വിളിക്കാം. അങ്ങനെ എല്ലാവരും എന്നെ മുത്തേന്ന് വിളിക്കാൻ തുടങ്ങി. അവരെന്നെ സ്കൂളിലും ചേർത്തി. എഴുതാനും വായിക്കാനും ഒക്കെ പഠിച്ചു. മുത്തുലക്ഷ്മി നല്ല കുട്ടിയാന്ന് ടീച്ചർമാരെല്ലാരും പറഞ്ഞു. പിന്നെ ഞാൻ ചിത്രം വരച്ചിട്ടേ എനിക്കൊരു കളർ പെൻസിൽ സമ്മാനം കിട്ടിയിട്ടുണ്ടേ. ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഒരു ദിവസം സ്കൂളിട്ട് വന്നപ്പോ ആരൊന്നും മിണ്ടണില്ല. എന്താന്ന് ചോദിച്ചിട്ട് ആരൊന്നും മിണ്ടണില്ല. രാത്രി കിടക്കാൻ നേരത്ത് ആയമ്മ ചോദിച്ചു, മുത്തേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം എന്താ? അങ്ങനെ ഒരു ഇഷ്ടം ഒന്നുമില്ലാന്ന് പറഞ്ഞിട്ട് ആയമ്മ സമ്മതിച്ചില്ല. അങ്ങനെയാ ഞാൻ പട്ടുപാവാടാന്ന് പറഞ്ഞ്. 2 ദിവസത്തിനുള്ളില് പട്ടുപാവാടത്തിന് കിട്ടുകയും ചെയ്തു. റോസ് പട്ടുപാവാട. പിന്നെ ആ പട്ടുപാവാട ഇടിച്ച് മുടി കെട്ടിത്തന്ന് എല്ലാരും കെട്ടിപ്പിടിച്ചു കരഞ്ഞു. എന്താന്ന് ചോദിച്ചിട്ട് ആരൊന്നും മിണ്ടണില്ല. അപ്പോഴാ പോക്കല സഞ്ചി നോക്കി ആനിയാനും പിടിച്ച് എന്റെ അമ്മ നിക്കണ കണ്ട്. മോളെ എന്നുള്ള വിളി എന്റെ ചെവിയില് കുത്തി തറക്കണ പോലെ. എന്നാലും അതിന്റെ അമ്മയല്ലേ. അപ്പൊ എന്റെ സ്കൂള്, പഠന, ഭക്ഷണം പറയൂ. നിങ്ങൾ തന്നെ പറയൂ. എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യണ്ടേ. നന്ദി, നമസ്കാരം.